നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ പീരുമേട് നിന്നും സാം ചാൾസ്. ഞാൻ ഇടുക്കി ജില്ലയിലെ പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽപ്പെടുന്ന LMS എന്ന ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. എന്റെ വീടിന്റെ അരികിൽ താമസിക്കുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സംരക്ഷണമില്ലാത്ത പന്നി വളർത്തൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഞാനും എന്റെ കുടുംബവും പരിസരവാസികളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് പറയുവാനുള്ളത്. പലതവണയായി പഞ്ചായത്ത് മെമ്പറോടും ഹെൽത്ത് ഇൻസ്പെക്ടറോടും പീരുമേട് പോലീസ് സ്റ്റേഷനിലും നേരിട്ട് പീരുമേട് പഞ്ചായത്ത് ഓഫീസിലും ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടും ആ വ്യക്തിയുടെ പേരിൽ യാതൊരുവിധ നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. പല തവണയായി എന്റെ കൃഷിയും സ്വത്തിനും ഈ വ്യക്തിയുടെ പന്നികൾ മൂലം പല നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങളെല്ലാം കണ്ട് ബോധ്യപ്പെട്ട ഈ വ്യക്തി ഞങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം തരാമെന്ന് ഉറപ്പും നൽകിയതാണ്. എന്നാൽ നാളിതുവരെയായിട്ടും പറഞ്ഞ വാക്ക് പാലിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ ആ വ്യക്തി പറയുന്നത് ധിക്കാരപരമായ ഒരു മറുപടിയാണ്. അതായത് നഷ്ടപരിഹാരം എന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ സാധിക്കുമെങ്കിൽ വാങ്ങിക്കോ എന്നും ഫൈൻ അടച്ചാലും നിങ്ങൾക്ക് നഷ്ടപരിഹാരം തരില്ല എന്നുമാണ് അയാൾ പറയുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഈ വ്യക്തിയുടെ 30ഓളം വരുന്ന പന്നികൾ എന്റെ ഉടമസ്ഥതയിലുള്ള ഷെഡും കൃഷിയും എന്റെ മക്കളുടെ സൈക്കിൾ ഉൾപ്പെടെ പല സാധനങ്ങളും നശിപ്പിച്ചു കളഞ്ഞു. ഇത് സംബന്ധിച്ച് പീരുമേട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തുവെങ്കിലും ഈ വ്യക്തിയുടെ സ്വാധീനം കൊണ്ട് യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. തുടർന്ന് ഫെബ്രുവരി മാസത്തിൽ SP ഓഫീസിൽ പരാതി കൊടുത്തു. മാർച്ച് മാസത്തിൽ പീരുമേട് പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിക്കുകയും നേരിട്ട് ഹാജരാകുകയും ചെയ്തു. തുടർന്ന് CI മുമ്പാകെ ഉണ്ടായ ചർച്ചയിൽ ഈ പറഞ്ഞ വ്യക്തി എനിക്ക് 6000 രൂപയോളം നഷ്ടപരിഹാരം തരാമെന്ന് വാക്കും നൽകിയതാണ്. എന്നാൽ നാളിതുവരെയായിട്ടും എനിക്ക് തുക ലഭിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകുവാനാണ് ഞാൻ തീരുമാനിച്ചത്. എന്നാൽ പീരുമേട് സ്റ്റേഷനിലെ ഒരു പോലീസ് ഓഫീസർ എന്നോട് പറഞ്ഞത് നഷ്ടപരിഹാരം ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങിത്തരാമെന്നാണ്. തുടർന്ന് കോടതിയിൽ പോകാതെ ഞാൻ നഷ്ടപരിഹാരത്തിനായി കാത്തിരുന്നുവെങ്കിലും ഇതുവരെ നഷ്ടപരിഹാരം ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ഈ പോലീസ് ഓഫീസർ ഇപ്പോൾ എന്റെ ഫോൺ എടുക്കുന്നുമില്ല. എന്റെ മക്കളുടെ സൈക്കിൾ ഉൾപ്പെടെ 30,000 രൂപയോളമാണ് എനിക്ക് നഷ്ടം സംഭവിച്ചിട്ടുള്ളത്. എനിക്കുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് പരിഹാര തുക ലഭിക്കുവാൻ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? വീട്ടിനടുത്തുള്ള ഒരു പന്നി വളർത്തൽ കേന്ദ്രം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ കത്താണ് ഇപ്പോൾ വായിച്ചു കേട്ടത്. ഇതിന് വേണ്ട വിധത്തിലുള്ള ലൈസൻസ് ഉണ്ടോ അല്ലെങ്കിൽ മറ്റ് നിയമപരമായ നടപടികൾ അനുസരിച്ചുള്ളതാണോ എന്നൊന്നും കത്തിൽ നിന്ന് വ്യക്തമല്ല. ഏതായാലും അദ്ദേഹത്തിനും കുടുംബത്തിനും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് കത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ പ്രശ്നത്തിന് നിയമപരമായി എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു തരുന്നത് ഹൈക്കോടതി അഭിഭാഷകൻ MH ഹനീസ് മനക്കലാണ്. അദ്ദേഹത്തിന്റെ നമുക്ക് കേൾക്കാം. കത്തിന്റെ ഉള്ളടക്കം വായിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത് അനധികൃതമായി പന്നി വളർത്തൽ നടത്തുന്നു എന്നും പിന്നെ കൂടാതെ നിങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി അത് ഈടാക്കി എടുക്കണം എന്നുള്ളതാണ്. നിങ്ങൾ നാളിതുവരെ കൊടുത്തിട്ടുള്ള പരാതി പഞ്ചായത്ത് ഓഫീസിലോ അല്ലെങ്കിൽ മറ്റേ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലോ ഒക്കെ കൊടുത്തു കാണും. പക്ഷെ എന്നിരുന്നാലും ഇത്ര നാളായി നിങ്ങൾ ഈ സംഭവങ്ങൾ അനുഭവിക്കുന്നു. ആ അനുഭവങ്ങളെല്ലാം വ്യക്തമായി രേഖപ്പെടുത്തി നിങ്ങളുടെ ഇടുക്കി ജില്ലയിലെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ഒരു വിശദമായ പരാതി, അതോടൊപ്പം തന്നെ അവിടുത്തെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഒരു പരാതി, അതോടൊപ്പം തന്നെ അവിടുത്തെ പഞ്ചായത്തിൽ ഒരു പരാതി, അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് ഒരു പരാതി. ഇത്രയും പരാതി എഴുതിയതിനു ശേഷം ഇത് കൂടാതെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം അവര് സ്വാധീനത്തിന് വഴങ്ങി അവരുടെ അധികാര ദുർവിനിയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നീതി ലഭിച്ചില്ല എന്നും അവര് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും ഈ പന്നി വളർത്തുന്ന ഉടമസ്ഥനുമായി ചേർന്നുകൊണ്ട് സാധാരണക്കാരന് നീതി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് വ്യക്തമായി ബോധിപ്പിച്ചുകൊണ്ട് ഓംബുഡ്സ്മാനില് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഓംബുഡ്സ്മാൻ ഉണ്ട് തിരുവനന്തപുരത്ത്. ആ തിരുവനന്തപുരത്ത് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് എഴുതി അപേക്ഷ എഴുതി കൊടുത്താൽ മതി. ആ അപേക്ഷ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ എറണാകുളം സിറ്റിംഗ് വരും. ആ നമ്മൾ തിരുവനന്തപുരത്ത് പോകണമെന്നില്ല. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ 5 സ്ഥലത്ത് നിങ്ങൾ വ്യക്തമായി പരാതി കൊടുത്ത് അത്യാവശ്യമായി പരാതി കൊടുക്കണം. നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം വെച്ച് പരാതി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിന്റെ ബാക്കി പന്നി വളർത്തൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പരിസര മലിനീകരണവും നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളും എല്ലാം നിങ്ങൾക്ക് അതിൽ നിന്ന് ഒഴിവായി കിട്ടും. അതുകൂടാതെ ഇനിയിപ്പോ നമ്മൾ ഇത്ര അപേക്ഷ കൊടുത്തിട്ട് ഒരു 10-15 ദിവസത്തിനുള്ളിൽ എവിടെ നിന്നും മറുപടി വന്നില്ലെങ്കിൽ ആ പരാതിയുടെ കോപ്പിയും ഇത്രയും പരാതിയുടെ കോപ്പികളുമായി ഹൈക്കോടതിയിലെ ലീഗൽ സർവീസ് അതോറിറ്റിയിലെ ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരൊരു അഭിഭാഷകനെ വെച്ച് തരും. യാതൊരു പണച്ചെലവുമില്ല. അവരൊരു അഭിഭാഷകനെ വെച്ച് തന്നാൽ ആ അഭിഭാഷകൻ മുഖാന്തരം ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി ബോധിപ്പിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമയബന്ധിതമായി ഈ വിഷയം
പരിഹരിക്കാൻ വേണ്ടി നമ്മളുടെ പഞ്ചായത്തിന് നിർദ്ദേശം, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിർദ്ദേശം കൊടുക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതോടുകൂടി നിങ്ങളുടെ വിഷയങ്ങൾ പരിഹാരമാവും. കൂടാതെ നാളിതുവരെ ഉണ്ടായിട്ടുള്ള നഷ്ടപരിഹാരത്തിന് നമ്മൾ സിവിൽ കോടതിയാണ് സമീപിക്കേണ്ടത്. സിവിൽ കോടതിയിൽ നമ്മൾ അപേക്ഷ കൊടുക്കണമെങ്കിൽ നാശനഷ്ടം ഉണ്ടായി എന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നാശനഷ്ടം സംഭവിച്ച ശേഷം, നാളിതുവരെയുള്ള നാശനഷ്ടങ്ങൾക്ക് ഇനി നമുക്ക് കൊടുക്കാൻ ചിലപ്പോൾ പ്രായോഗികമായി ബുദ്ധിമുട്ട് കാണും. നാശനഷ്ടങ്ങൾ സംഭവിച്ച ശേഷം പിറ്റേ ദിവസം തന്നെ ആ നാശനഷ്ടങ്ങൾ അങ്ങനെ തന്നെ നിലനിർത്തി നമ്മൾ അവിടുത്തെ സിവിൽ കോടതിയിൽ ഒരു അപേക്ഷ കൊടുത്ത് ഒരു അഭിഭാഷക കമ്മീഷനെയും വെച്ച് അതുമായി ബന്ധപ്പെട്ട് നാശനഷ്ടങ്ങൾ വ്യക്തമാക്കി ബോധ്യപ്പെടുത്തുന്ന ഒരു എക്സ്പേർട്ടിനെയും വെച്ച്, അതിൽ പരിചയസമ്പന്നരായിട്ടുള്ള ഒരു എക്സ്പേർട്ടിനെയും കൂടി വെച്ചാൽ അതിൽ എത്ര രൂപയാണ് നാശനഷ്ടം വന്നതെന്ന് കാണിച്ചുകൊണ്ട് സിവിൽ കോടതിയിൽ നമ്മൾ അർജി ബോധിപ്പിച്ച്, അവിടുത്തെ സിവിൽ കോടതിയിലാണ് അത് അർജി ബോധിപ്പിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് പണമില്ലെങ്കിൽ അവിടുത്തെ നമ്മുടെ ലീഗൽ സർവീസ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് സാധ്യമായി കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഈ വിഷയം പരിഹരിക്കേണ്ടത്. സ്വാഭാവികമായി പഞ്ചായത്തിൽ ഒരു അപേക്ഷ കൊടുത്താൽ, ഏത് അധികാര കേന്ദ്രങ്ങളിലും നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് നീതി ലഭിക്കുന്നില്ലെങ്കിൽ അത് ഉടനെ തന്നെ നമ്മൾ അത് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ബോധിപ്പിച്ചാൽ നമുക്ക് സമയബന്ധിതമായി എല്ലാ പരാതികൾക്കും തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്നതാണ്. ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന രണ്ടാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് മറ്റൂർ കാലടിയിൽ നിന്നും ലേഖ വിജയൻ. എന്റെ മകൻ 2014 SSLC പാസ്സായത്. എന്റെ ഭർത്താവ് ഈഴവ സമുദായ അംഗമാണ്. ഞാൻ പുലയ സമുദായ അംഗവും. എന്റെ മകന്റെ SSLC ബുക്കിലെ ജാതി പുലയ സമുദായ അംഗമായിട്ടാണ് ചേർത്തിരിക്കുന്നത്. എന്നാൽ മകന് ഈഴവ സമുദായത്തിലേക്ക് മാറ്റണമെന്നാണ് പറയുന്നത്. SSLC ബുക്കിലെ ജാതി മാറ്റുന്നതിന് ഞാൻ ആരെയാണ് സമീപിക്കേണ്ടത്? എവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്? ഇങ്ങനെ തിരുത്തിയാൽ പാസ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം വരുമോ? താങ്കളുടെ SSLC ബുക്കിലെ ജാതി തിരുത്തുന്നതിന് വേണ്ടിയും മറ്റുമൊക്കെയാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. ഇതോടനുബന്ധിച്ച് ഞങ്ങൾ തിരുവനന്തപുരത്തുള്ള പരീക്ഷാ ഭവനിൽ ഒരു അന്വേഷണം നടത്തിയിരുന്നു. അതിൽ നിന്നും നിയമവേദിക്ക് വ്യക്തമായ കാര്യങ്ങൾ ഇനി പറയാം. SSLC ബുക്കിൽ ജാതി തിരുത്തണമെങ്കിൽ സ്കൂൾ രേഖകളിൽ ഏതെങ്കിലും ക്ലറിക്കൽ തെറ്റുകൾ സംഭവിച്ചതാണ് എങ്കിൽ മാത്രമേ അത്തരത്തിലൊരു തിരുത്തൽ വരുത്താൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് 5ാം ക്ലാസ് വരെ ഒരു സ്കൂളിൽ പഠിക്കുകയും അതിനുശേഷം മറ്റൊരു സ്കൂളിലേക്ക് മാറിപ്പോവുകയും ചെയ്യുമ്പോൾ ആദ്യത്തെ സ്കൂളിൽ നിന്നും ലഭിക്കുന്ന രേഖകൾ അടിസ്ഥാനമാക്കിയായിരിക്കും പിന്നീട് ഉള്ള സ്കൂളിൽ താങ്കളുടെ രേഖകളെല്ലാം തയ്യാറാക്കുന്നത്. അങ്ങനെ രേഖകൾ തയ്യാറാക്കുമ്പോൾ അതിൽ എന്തെങ്കിലും പിശക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആദ്യം പഠിച്ച സ്കൂളിൽ നിന്ന് തന്ന രേഖകൾ അടിസ്ഥാനപ്പെടുത്തി ഒരു തിരുത്തൽ വരുത്താൻ താങ്കൾക്ക് സാധിക്കും. അതിന് ഒരു അപേക്ഷ നിയമപരമായ രീതിയിൽ താങ്കൾക്ക് നൽകാവുന്നതാണ്. തീർച്ചയായിട്ടും താങ്കളുടെ SSLC ബുക്കിൽ ആ വന്ന തെറ്റ് തിരുത്തുന്നതിന് വേണ്ടി ആദ്യം പഠിച്ച സ്കൂളിൽ നിന്ന് തന്ന രേഖകളെ അടിസ്ഥാനമാക്കി നമുക്ക് പരീക്ഷാ ഭവനിൽ അപേക്ഷിക്കാവുന്നതാണ്. അല്ലാതെ SSLC ബുക്കിൽ ജാതിയോ മതമോ കാറ്റഗറിയോ പേരോ തിരുത്തുവാൻ സാധിക്കുകയില്ല എന്നാണ് നിയമവേദിക്ക് വ്യക്തമായത്. അതായത് ആദ്യം താങ്കൾ സ്കൂളിൽ ചേർന്നപ്പോൾ നൽകിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനമാക്കിയാണ് സ്കൂൾ രേഖകൾ തയ്യാറാക്കുന്നത്. അതിന് എന്തെങ്കിലും അടിസ്ഥാനം അന്ന് സ്കൂളിൽ ചേരുന്ന സമയത്ത് താങ്കൾ സമർപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതായിരിക്കും അടിസ്ഥാനമായി വെച്ചുകൊണ്ട് താങ്കളുടെ SSLC ബുക്കിൽ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത്. അത് തിരുത്താൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി താങ്കൾ ചോദിച്ചിരിക്കുന്നത് പോലെ ജാതി തിരുത്തുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും ഞങ്ങൾ അന്വേഷണം നടത്തിയിരുന്നു. അതിന് ചെയ്യേണ്ടത് ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് സർക്കാർ അധീനതയുള്ള ഗവൺമെന്റ് പ്രസ്സിൽ ബന്ധപ്പെട്ട അപേക്ഷാ ഫോം വാങ്ങിച്ച് ജാതി തിരുത്തുന്നതിന് അടിസ്ഥാനമായിട്ടുള്ള രേഖകളോടൊപ്പം ഈ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് അവിടെ നൽകുകയാണെങ്കിൽ അവർ അത് ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾക്ക് മറ്റൊരു ജാതിയിലേക്ക് മാറ്റം വരുത്താവുന്നതാണ്. പക്ഷേ താങ്കളുടെ SSLC ബുക്കിനൊപ്പം ഈ ഗസറ്റിൽ താങ്കളുടെ ജാതി പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള ആ നോട്ടിഫിക്കേഷനും ഹാജരാക്കേണ്ടി വരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് SSLC ബുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിന് കൊടുക്കേണ്ടതായിട്ട് വരുമ്പോൾ ഈ ജാതി തിരുത്തിയതായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കൂടി താങ്കൾ അതോടൊപ്പം നൽകേണ്ടതായിട്ട് വരും. പാസ്പോർട്ടിന്റെ കാര്യത്തിലും ഇത് തന്നെയായിരിക്കും മാർഗം എന്ന് തന്നെയാണ് നിയമവേദി കരുതുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് പാസ്പോർട്ട് ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഒരു മാർഗനിർദ്ദേശം നൽകുന്നതായിരിക്കും.
നിയമവേദിയിൽ ഇനി ഗാർഹിക പീഡന സംരക്ഷണ നിയമത്തെക്കുറിച്ച് ഹൈക്കോടതി അഭിഭാഷക ബിന്ദു ശ്രീകുമാറുമായി നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം. ഇപ്പൊ ഒരു കേസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രൊട്ടക്ഷൻ സംരക്ഷണ ഉദ്യോഗസ്ഥർക്കോ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഇതിന്റെ തുടർന്നുള്ള നടപടിക്രമങ്ങൾ? അതായത് ഇപ്പം നേരിട്ട് തന്നെ ഈ സംഭവം നടക്കുന്ന സ്ഥലത്തുള്ള അധികാര പരിധിയിലുള്ള മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് കൊടുക്കേണ്ടത്. അത് പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് ഇൻസിഡന്റ് റിപ്പോർട്ട് കൊടുക്കാം, പോലീസിന് റിപ്പോർട്ട് കൊടുക്കാം, പോലീസിൽ കേസായിട്ടും കോടതിയിലേക്ക് വരാം. അപ്പം ഏത് സ്ഥലത്താണോ ഈ ഇൻസിഡന്റ് നടക്കുന്ന അവിടുത്തെ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഡൊമസ്റ്റിക് വയലൻസിന്റെ പറ്റിയുള്ള കേസ് കൊടുക്കുന്നത്. അങ്ങനെ കേസ് കൊടുക്കുന്ന സമയത്ത് ആ കേസ് കൊടുത്ത ആ സ്ത്രീക്ക്, അതായത് എതിർഭാഗത്തിന് നോട്ടീസ് അയക്കുകയും ഒപ്പം തന്നെ കേസ് കൊടുത്ത സ്ത്രീക്ക് വേണ്ട പ്രൊട്ടക്ഷൻ, സംരക്ഷണം ആ കോടതിയിൽ നിന്ന് ലഭിക്കും. അതുപോലെ തന്നെ റെസിഡൻസ് ഓർഡർ, ഇപ്പൊ സപ്പോസ് അവർക്ക് വേറെ എങ്ങും ജീവിക്കാനില്ല, സ്ഥലമില്ല, അവരുടെ ഭർത്താവിന്റെ വീട്ടിലാണ് അവർ താമസിക്കുന്നു, വീട്ടുകാർ അവിടെ കയറ്റുന്നില്ല എങ്കിൽ അവർക്ക് ആ വീട്ടിൽ താമസിക്കാനായിട്ട് കോടതിയുടെ ഓർഡറോടുകൂടി, റെസിഡൻസ് ഓർഡറോടുകൂടി അവർക്ക് അവിടെ താമസിക്കാൻ പറ്റും, ഭർത്താവിന്റെ വീട്ടിൽ തന്നെ. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഭർത്താവിനും മറ്റു വീട്ടുകാർക്കും അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. കാരണം കോർട്ട് ഓർഡറാണ്. കോർട്ട് ഓർഡർ ലംഘിക്കുകയാണെങ്കിൽ ജയിലിൽ പോണ്ടി വരും. അപ്പം ഒരു സ്ത്രീക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ആക്റ്റാണ് ഇത്. അപ്പൊ കോടതിക്ക് ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ കോടതി എതിർഭാഗത്തിന് നോട്ടീസ് അയക്കുന്നു, ഒപ്പം ഈ കേസ് കേൾക്കുന്നു, സ്ത്രീക്ക് വേണമെങ്കിൽ കൗൺസിലിങ്ങിന് സംവിധാനം ചെയ്യുന്നു, ഹോസ്പിറ്റലിൽ ഇപ്പം എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആണെങ്കിൽ അതിനുള്ള ഓർഡർ ഇടുന്നു ആവശ്യമാണെങ്കിൽ. പിന്നെ ഇനി അത് മാത്രമല്ല, അവർക്ക് എന്തെങ്കിലും വേറെ രീതിയിൽ ഷെൽട്ടർ ഹോംസ് വേണമെങ്കിൽ അതും കോടതി മെഡിക്കൽ എയ്ഡ് കൊടുക്കുന്നു. പിന്നെ ഇനിയിപ്പോ ഇവർക്ക് ജീവിക്കാൻ ജീവനാംശം കിട്ടുന്നില്ല എങ്കിൽ അതും കോടതിക്ക് ജീവനാംശം കൊടുക്കാനും. അപ്പം ഒരു കോടതിയിൽ വന്നു കഴിഞ്ഞാൽ ജീവനാംശത്തിന് പ്രൊട്ടക്ഷൻ ഓർഡർ, റെസിഡൻസ് ഓർഡർ, ഷെൽട്ടർ, ലീഗൽ എയ്ഡ്, അതേമാതിരി തന്നെ മെഡിക്കൽ എയ്ഡ്, ഇതെല്ലാം ഒരു കോടതിക്ക് ഇവർക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പൊ അതെല്ലാം ഉറപ്പ് വരുത്താം. അതെ, കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഉറപ്പ് വരുത്താൻ പറ്റും. അതെ അല്ലെ? അതെ. ഇനി ഇത് തെളിയിക്കുന്നതിനൊക്കെ ഉള്ള എങ്ങനെയാണ് നടപടിക്രമങ്ങൾ? അതിന് എന്തെങ്കിലും നമുക്ക് തെളിവുകളൊക്കെ ഹാജരാക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ ഇതില്? ഇപ്പൊ ഒരു പീഡനം നടന്നു, അതായത് ഇപ്പൊ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ പീഡിപ്പിച്ചു എന്ന് പറയാം, അപ്പൊ പൈസ കൊടുക്കുന്നില്ല ജീവിക്കാൻ എന്ന് പറയുമ്പോ അല്ല, അതിന് ഈ ആക്ടില് മെയിന്റനൻസ് കൊടുക്കാനായിട്ട് പ്രൊവിഷൻ ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞ സ്ത്രീക്ക് തെളിയിക്കാനുള്ള, അല്ല തെളിയിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മാരേജ് കഴിഞ്ഞൊരു വീട്ടിലേക്ക് പോകുന്നു, മക്കളൊക്കെ ഉണ്ടാവുന്നു, വലിയ മക്കളുണ്ടായി കഴിഞ്ഞിട്ടും നമ്മൾ ഇത് ആരും പ്രൂഫൊന്നും നമ്മൾ സൂക്ഷിക്കാറില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമ്മൾ മാക്സിമം നമ്മളുടെ വേറെ തേർഡ് പാർട്ടിയുടെ എവിഡൻസ് കൊടുക്കുകയും, പിന്നെ നമ്മൾ ഇപ്പം അയാൾ അടിച്ചു അല്ലെങ്കിൽ ഫിസിക്കലായിട്ടും മെന്റലായിട്ടും ഒക്കെ ടോർച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹോസ്പിറ്റൽ റെക്കോർഡ്സ് മതി. അതെ. അപ്പൊ അങ്ങനെ പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടോ അങ്ങനെയുള്ള പിന്നെ വീട്ടിലെ മക്കളുടെ എവിഡൻസ് അതുപോലെ തന്നെ സാക്ഷികളായിട്ട് വെക്കുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോടതിയിലേക്ക് കൊടുക്കാം. ഇപ്പൊ കോടതിക്ക് വേണമെങ്കിൽ പിൻ ക്യാമറ പ്രൊവിഷൻ വേണമെന്നുണ്ടെങ്കിൽ കോടതി അടച്ചിട്ട മുറിയിൽ എവിഡൻസ് നടത്താം. സംഭവിച്ചു എന്നുള്ളതിന്റെ കാര്യങ്ങളെ കുറിച്ച്. പിന്നെ ഇപ്പൊ കുട്ടികളെ ഇപ്പൊ ചില കേസുകളിലൊക്കെ ഭർത്താവ്, ഇപ്പൊ ഒരു കേസില് ഭാര്യ പുറത്തു പോയി വന്നപ്പോഴത്തേക്കും ഭർത്താവ് വാടക വീട്ടും പൂട്ടി കുട്ടികളെ എടുത്തോണ്ട് അയാളുടെ വീട്ടിൽ പോയി. അപ്പൊ ഇവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ആ കുട്ടികളെ തിരിച്ചു കിട്ടാനായിട്ട് കസ്റ്റഡി കൊടുക്കാം. ചില കേസിൽ ഭർത്താവിന്റെ അമ്മയും ചവിട്ടി ബുദ്ധിമുട്ടിച്ച് അവിടുന്ന് ഇറങ്ങിപ്പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ സ്വന്തം വീട്ടിലും പോകാൻ പറ്റില്ല, ഭർത്താവിന്റെ വീട്ടിൽ തിരിച്ചു ചെല്ലാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൊക്കെ കോടതിക്ക് ഇടപെട്ട് പ്രൊട്ടക്ഷൻ ഓർഡറും ഷെൽട്ടർ ഹോംസും ഒക്കെ കൊടുക്കാൻ പറ്റും. ഇനി ഇതിന് പ്രധാനമായിട്ടും ശിക്ഷകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരു പീഡനം നടന്നു എന്നുള്ള തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ ശിക്ഷകൾ കിട്ടാം? എങ്ങനെയാണ് ആ ശിക്ഷകളിലേക്ക് നയിക്കപ്പെടുന്നത്? ഇപ്പം സാധാരണ എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഓർഡർ വയലേറ്റ് ചെയ്യുക. ഇപ്പൊ ഒരു റെസിഡൻസ് ഓർഡർ അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഓർഡർ ജീവനാംശം കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ റെസിഡൻസ് ഓർഡർ കൊടുത്തിട്ടും ഇവരെ വീട്ടിനകത്ത് കയറ്റാതിരിക്കുക, അല്ലെങ്കിൽ അയാൾ വീട്ടിൽ കിടന്ന് ശല്യം ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒരു വയലേഷൻ വരുവാണെങ്കിൽ അത് ഒരു വർഷത്തേക്ക് ജയിൽ ശിക്ഷയും അതുപോലെ തന്നെ 20,000 രൂപ ഫൈൻ അടയ്ക്കുന്ന പണിഷ്മെന്റും ഈ മജിസ്ട്രേറ്റിന് കൊടുക്കാവുന്നതാണ്. ഒരു കേസിനെ സംബന്ധിച്ചെന്ന് പറയുന്നത്, ഇപ്പോൾ സപ്പോസ് ഒരു കേസ് ഒരു സ്ത്രീക്ക് എതിരായിട്ട് വരികയാണെങ്കിൽ, കേസ് ഡിസ്മിസ് ചെയ്യുകയാണെങ്കിൽ ആ സ്ത്രീക്ക് 30 ദിവസത്തിനുള്ളിൽ സെഷൻസ് കോർട്ടിൽ അപ്പീൽ കൊടുത്ത് അതിനൊരു റിവേഴ്സൽ ഉണ്ടാക്കാൻ പറ്റും. അവിടെയും തള്ളിപ്പോവാണെങ്കിൽ ഹൈക്കോടതിയിൽ കൊടുക്കാവുന്നതാണ്.
അപ്പൊ എത്ര ശിക്ഷകൾ കിട്ടുന്നത് എങ്ങനെയാണ് ഇതില്? ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഭർത്താവിന്റെ കുടുംബാംഗങ്ങളാണ് കൂടുതലും പീഡിപ്പിക്കുന്നത്, അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമ്പോൾ അതിൽ അവർക്കൊക്കെ ശിക്ഷ കിട്ടും. അവരെയൊക്കെ ജയിലിലിടാമെന്ന് നേരത്തെ പറഞ്ഞു മാഡം, അവർക്ക് ജയിൽ ശിക്ഷ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അതെ, ഒരു സ്ത്രീക്ക് അനുകൂലമായിട്ട് ഭർത്താവിനെ ശിക്ഷിക്കുകയാണെങ്കിൽ അത് ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലും ഭാരതീയ സാക്ഷ്യ അധീനയുടെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ എവിഡൻസ് ആക്ടിന്റെ അടിസ്ഥാനത്തിലും അത് ശിക്ഷ ലഭിക്കും. ഇപ്പം സ്ത്രീധന നിരോധന നിയമം അനുസരിച്ച് ഇപ്പോൾ ഒരു സ്ത്രീക്ക് 7 വർഷത്തിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ആക്ട് അനുസരിച്ച് അവർക്ക് ശിക്ഷിക്കപ്പെടും. പിന്നെ 498 ക്രൂവൽറ്റി, ഹരാസ്മെന്റ്, അവരെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡനങ്ങളാണെങ്കിൽ 498 അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അങ്ങനെ ശിക്ഷിക്കും. ഇപ്പം സാധാരണ ഇതിനായിട്ട് ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ കേസുകൾ എന്ന് പറയുന്നത് ഈ ഓർഡേഴ്സ് വയലേറ്റ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി അനുസരിക്കാതെ വരുമ്പോഴാണ് ഇതിൽ ഈ മാക്സിമം 1 വർഷം ജയിൽ ശിക്ഷയും മറ്റ് 20,000 രൂപ 20,000 രൂപ ഫൈൻ്റെ അത് വരുന്നു. ഇനി ഇത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് കേസ് പ്രൂവ് ചെയ്ത് കൊണ്ടുവന്ന് 498 കേസ് ഇതിപ്പം ഈ ഒരു ആക്ടിനകത്ത് ശിക്ഷാ നിയമത്തിലെ പരിധി വരണമെങ്കിൽ നമ്മൾ ഇത് സെപ്പറേറ്റ് 498 മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്തു വേണം പ്രൂവ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് വരുന്ന ഈ വയലേഷൻ്റെത് ഒന്നുകിൽ കോടതി തള്ളിക്കളയും അല്ലെങ്കിൽ കോടതി അനുവദിക്കും. ശരിക്കും പറഞ്ഞാൽ മറ്റു നിയമങ്ങളും കൂടെ കൂട്ടിച്ചേർത്തുള്ള ഒരു ശിക്ഷയാണ് ഇതിനകത്ത്. അതിന് എന്തുമാത്രം ദ്രോഹം ഈ സ്ത്രീ അനുഭവിക്കേണ്ടി വന്നു. അതായത് ഇത് സ്ത്രീകളുടെ സംരക്ഷണത്തിന്, അതായത് ഒരു വിവാഹ ജീവിതത്തിൽ ഒരു സ്ത്രീക്ക്, അതാണ് ഇവിടുത്തെ പ്രത്യേകത, ഒരു വിവാഹ ജീവിതത്തിൽ ഒരു സ്ത്രീക്ക് ഭർത്താവിന്റെ വീട്ടിൽ അനുഭവിക്കുന്ന, ഭർത്താവിൽ നിന്നോ ഭർത്താവിന്റെ ബന്ധുക്കളിൽ നിന്നോ അനുഭവിക്കുന്ന ശാരീരികം, മാനസികം, സാമ്പത്തികം, ലൈംഗികപരമായിട്ടുള്ള എല്ലാ പീഡനങ്ങളും. അപ്പം അതിനാണ് ഈ 498. അപ്പോൾ അവരെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുക, പിന്നെ 7 വർഷത്തിനുള്ളിൽ അവർക്ക് സ്വയം ആത്മഹത്യ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവരെ ഡവറിക്ക് വേണ്ടിയിട്ട് പീഡിപ്പിച്ചു കൊല്ലുക, ഇതെല്ലാം കൂടി ഒരുമിച്ച് വരും. ഇപ്പോൾ ഈ നിയമപ്രകാരം നമുക്ക് ഒരു സ്ത്രീക്കുണ്ടാകുന്ന പീഡനത്തിന് അതിന് എന്തൊക്കെയാണ് ആ സ്ത്രീക്ക് നിയമപരമായിട്ട് ലഭിക്കാവുന്നത്? ഇപ്പോൾ മറ്റേയാൾക്ക് ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് ഏതൊക്കെ രീതിയിലുള്ള പ്രയാസങ്ങൾ, ഇപ്പോൾ പല രീതിയിലുണ്ടാകും. അപ്പോൾ ചിലപ്പോൾ ആ സ്ത്രീക്ക് പിന്നെ ജീവിക്കാനും ഒക്കെ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാവും? അതായത് ഒരു സ്ത്രീക്ക് സ്വന്തം ഗൃഹത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നു, ആ പ്രശ്നം പ്രൊട്ടക്ഷൻ ഓഫീസർ വഴിയോ സർവീസ് പ്രൊവൈഡർ വഴിയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ വഴിയോ ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ മജിസ്ട്രേറ്റിന് ആ സ്ത്രീ എങ്ങനെ ജീവിക്കുന്നു, അവർക്ക് ആ സ്ത്രീയെ കൗൺസിലിങ്ങിന് വിടാം. അതുപോലെ തന്നെ നോട്ടീസ് അയച്ച് ഭർത്താവ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇൻ ക്യാമറ പ്രൊസീഡിങ്സിന് ഓർഡർ ഇടാം. അതുപോലെ തന്നെ ആ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കാനുള്ള റെസിഡൻസ് ഓർഡർ, ഒപ്പം പ്രൊട്ടക്ഷൻ ഓർഡർ, പോലീസ് പ്രൊട്ടക്ഷൻ, അതായത് മറ്റ് അറ്റാക്കുകൾ വരാതിരിക്കാൻ വേണ്ടി പോലീസ് പ്രൊട്ടക്ഷൻ. അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഓർഡർ, ചെലവിന് പൈസ കൊടുക്കാം. പിന്നെ കുട്ടികളെ ഭർത്താവ് തട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കസ്റ്റഡിക്ക് അപേക്ഷ കൊടുത്ത് സംരക്ഷണവും കൊടുക്കാം. ഇനി ഇതിന്റെയൊക്കെ കൂടെ തന്നെ ഈ കേസിന്റെ അവസാനം കോമ്പൻസേഷൻ കൊടുക്കാം, നഷ്ടപരിഹാരം. അപ്പോൾ ഒരു കേസ് കൊടുത്ത് അതിന്റെ ഫൈനാലിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു സ്ത്രീക്ക് പൂർണ്ണമായിട്ടുള്ളൊരു സംരക്ഷണം കോടതി മുഖാന്തരം കിട്ടുകയും അവർക്ക് മുന്നോട്ടുള്ള ചെലവിന് അവർക്ക് നഷ്ടപരിഹാരം കിട്ടുകയും ചെയ്യുന്നു. ഇപ്പൊ പല കേസുകളും നഷ്ടപരിഹാരം കൊടുത്ത് കേസ് ഒത്തുതീർപ്പാക്കി പിന്നെ അവര് ഫാമിലി കോർട്ട് മുഖാന്തരം ഒന്നുകിൽ ഡിവോഴ്സ് ആവും, അല്ലെങ്കിൽ ഗോൾഡ് കൊടുക്കാനുള്ളത് കൊടുത്തും വാങ്ങിയും അവര് അതുപോലെ തന്നെ ഇപ്പം 498 ഈ ഭർത്താവിന്റെ ക്രൂവൽറ്റിക്കെതിരെ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി അങ്ങനെയും അവർക്ക് കേസ് നടത്തി മറ്റ് രീതിയിൽ അവർക്ക് അതിനുള്ള സംരക്ഷണം നേടിയെടുക്കാം. മറ്റു പല നിയമങ്ങളുടെയും കൂടെ പിൻബലത്തിലാണ് ഇതില് ഒരു സ്ത്രീക്ക് സംരക്ഷണം കൊടുക്കുന്നത്. അതെ. അപ്പൊ പിന്നെ പോരാഞ്ഞിട്ട് ഇപ്പൊ ഈ കേസ് കൊടുക്കുന്ന ഓർഡറിന്റെ, ഇപ്പൊ കേസ് വിധിക്കുന്ന ഓർഡറിന്റെ ജഡ്ജ്മെന്റിന്റെ കോപ്പി അത് ഫ്രീ ആയിട്ടും ഇവർക്ക് ലഭിക്കും. പിന്നെ അതിൽ എന്തെങ്കിലും ഈ നടപ്പിലാവാതെ വരികയാണെങ്കിൽ അതിനെ തുടർന്നായിരിക്കും പിന്നെ നഷ്ടപരിഹാരം. ഈ സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് വേണ്ട രീതിയിൽ അവർക്ക് അത്രയും ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ഓർഡർ കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് 30 ദിവസത്തിനുള്ളിൽ ജില്ലാ കോടതിയിൽ, ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോർട്ടിൽ അവർക്ക് അപ്പീൽ കൊടുക്കാം. ഈ ആക്ടിനെ സംബന്ധിച്ച് 60 ദിവസത്തിനുള്ളിൽ ഈ ആക്ട് സംബന്ധിച്ചുള്ള എല്ലാ കേസുകളും 60 ദിവസത്തിനുള്ളിൽ തീർക്കണം എന്നാണ് നിയമം. പക്ഷേ പല കേസുകളിലും കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അത് നീണ്ടുപോകും, മറ്റേ എവിഡൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നീണ്ടുപോകും. അങ്ങനെ ഒരിക്കലും 60 ദിവസം എന്ന് പറയുന്നത് നടക്കാറില്ല.
അപ്പൊ ഏതായാലും നിയമം ശക്തമായിട്ടുണ്ട്. അതിന് പീഡനങ്ങൾ ഒരു വീടിനകത്ത് നടക്കുന്നത് അത് ഏത് തരത്തിലുള്ള ആയാലും ശരി അത് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. നടക്കാതിരിക്കുക അല്ല, അതിനോടൊപ്പം തന്നെ ഒരു സ്ത്രീക്ക് നിയമപരമായിട്ട് പൂർണ്ണ സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗാർഹിക പീഡന സംരക്ഷണ നിയമം 2005 അനുസരിച്ച് ഒരു സ്ത്രീക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്കും മാനസിക വ്യഥകൾക്കും മാനസിക പീഡനങ്ങൾക്കും ഒരു നഷ്ടപരിഹാരമാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെടാറുള്ളത് അല്ലെങ്കിൽ വിധിക്കപ്പെടാറുള്ളത്. അതനുസരിച്ചുള്ള കാര്യങ്ങൾ ആ സ്ത്രീക്ക് ലഭ്യമാവുകയും അത് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ നിയമം ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെ കേട്ടത് ഗാർഹിക പീഡന സംരക്ഷണ നിയമത്തെക്കുറിച്ച് ഹൈക്കോടതി അഭിഭാഷക ബിന്ദു ശ്രീകുമാറുമായി നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം. നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം TP രാജേഷ്. സഹായം നീതി MS. നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി FM 102.3. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30. ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.